ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മീലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീക്കെൻഡിലൊക്കെ ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെ ചെയ്യൂലേ, ഗീ റൈസൊക്കെ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു മീലാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. മിൻസ്ഡ് മീറ്റ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്കിനി മിൻസ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്ത് ബീഫും ക്രഷ് ചെയ്തെടുക്കാം. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാനത് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു പാനിലേക്ക് ഇതിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് കട്ട പിടിക്കാതെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. ബീഫിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഇത് തിളച്ച് വരുന്ന സമയം വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ കട്ട പിടിക്കാതെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. തിളച്ച് കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാൻ റൈസ് ബോയിൽ ചെയ്യണത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവരൊക്കെ കാണിച്ചു തരാൻ പോവാണ്. ഇത് അറിവുള്ളവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. 1 കപ്പ് റൈസിന് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പട്ട, കറയാമ്പ്, ഏലക്ക, കുറച്ച് വലിയ ജീരകം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് നന്നായി തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന റൈസാണ്. അതിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട്. നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ മീഡിയം ഹീറ്റിൽ തന്നെ വെക്കുക. അത് മാറ്റമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ചോറിന് വേണ്ട ഉപ്പും പിന്നെ 1 ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിതിലേക്ക് ചേർക്കുക. ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കവർ ചെയ്യാതെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഒരിക്കലും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് സമയം അറിയാൻ വേണ്ടിയിട്ടാണ്. 4 മിനിറ്റ് മാത്രമേ തിളപ്പിക്കാൻ പാടുള്ളൂ. തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ വേണം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തിളച്ചതിന് ശേഷം 4 മിനിറ്റാണ് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ചോറ്. എല്ലാവർക്കും ഇത് ചോറ് വേവിച്ചെടുക്കാൻ അറിയാൻ പാടില്ല. അപ്പം നമ്മൾ ആ വെള്ളം 4 മിനിറ്റിന് ശേഷം കളഞ്ഞെടുത്താൽ കറക്റ്റ് പാകത്തിനുള്ള ചോറ് കിട്ടും. ഇതിനി കവർ ചെയ്ത് വെക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ ഗീ ഞാനൊരു പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ചൂടായ പാനാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 3 ബേ ലീഫ് ചേർക്കുക. ചെറുതായതുകൊണ്ടാണ് കേട്ടോ 3 ചേർത്തത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ അത് 2 കട്ട് ചെയ്ത് ചേർത്താലും മതിയാകും. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 പച്ചമുളക് ചേർക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ റൈസാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ എരിവുണ്ടായാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കറിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ട് 1 ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മസാലയ്ക്ക് വേണ്ട മാത്രം ഉപ്പ് ചേർക്കുക. നമ്മൾ
ബീഫും റൈസും ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഇതിലെ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബീഫൊക്കെ ഒന്ന് ഡ്രൈ ആകണം, അതുവരെ വഴറ്റി കൊടുക്കുക. കൂടുതൽ അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി ഒരു മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചോപ്പ് ചെയ്തത് അതും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മളിനി ബേക്ക് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ക്യാരറ്റും ക്യാപ്സിക്കമൊക്കെ നന്നായിട്ട് കുക്കായിക്കൊള്ളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് പാകത്തിനാണ് ഈ റൈസ് വെന്തിരിക്കുന്നത്. ഇനി ബേക്ക് ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് ഇത് വെന്തോളും. നമ്മൾ 3/4 വേവിലാണ് നേരത്തെ എടുത്തത്. കറക്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് തിളച്ചതിന് ശേഷം 4 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക, അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത്. പിന്നെ നമ്മൾ വെള്ളം കളഞ്ഞതിന് ശേഷം അത് തുറന്ന് തന്നെ വെച്ചിരിക്കുക. ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് കട്ട കെട്ടാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ റൈസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം 1/2 കപ്പ് നമ്മളുടെ ബീഫ് വേവിച്ച സ്റ്റോക്ക് അത് ഇതിൻ്റെ പുറത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ബീഫ് റൈസ് റെഡി ആയിരിക്കും. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല മണമൊക്കെയാണ് വരുന്നത്. ബീഫ് റൈസിൻ്റെ റൈസൊക്കെ ഒന്നും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റ് പാകമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി നമുക്ക് തൂവി കൊടുക്കാം. പുതിന ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിന ഇലയും മല്ലിയിലയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ റൈസുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് അണിയൻ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. സ്പ്രിംഗ് അണിയൻ ലാസ്റ്റ് ചേർക്കുന്നത് അതിനധികം വേവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കുക. കുരുമുളക് പൊടി തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു മീലാണിത്. ഇത് ഗീ റൈസും ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ പോലത്തെ ഒരു റൈസാണിത്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഒരു പപ്പടോ അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. വെറുതെ പച്ച സവാളയുടെ കൂടെയും നമുക്കിത് കഴിക്കാം. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് റൈസാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീക്കെൻഡിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മീലാണ്. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.